എല്ലാവർക്കും വിജേഷിനെ ഒരിക്കലെങ്കിലും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതുപോലെ അസാധാരണ പ്രതിഭയായിരുന്നു വിജേഷ്. നാടകരംഗത്ത്, ചലച്ചിത്ര രംഗത്ത്, ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വളരെ ഉന്നതമായ നിലവാരം പുലർത്തുകയും സാമൂഹികമായ പ്രതിബദ്ധത പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് ഒരു പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ സംബന്ധിച്ച സമയത്താണ് നേരിട്ട് വിജേഷുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ അവസരമുണ്ടായത്. അവിടെ അവതരിപ്പിക്കപ്പെട്ട ഒരു വളരെ ദൃഢമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു കലാവതരണം, അതിൽ പങ്കെടുത്ത കലാകാരരെ ഞാൻ പോയിട്ട് അഭിനന്ദിക്കുമ്പോൾ അവരാണ് പറഞ്ഞത് വിജേഷ് മാഷാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചത്. അപ്പം വിജേഷ് അവിടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഇടിച്ചു കയറിയൊന്നും വരുന്ന പ്രകൃതമല്ല. അപ്പോൾ വിജേഷിനെ വിളിച്ച് വിജേഷിനോടും ഞാൻ സംസാരിച്ചു, അഭിനന്ദനം അറിയിച്ചു. പിന്നീട് ചോദിച്ചപ്പോഴാണ് ഈ സ്കൂൾ കലോത്സവത്തിലെല്ലാം വളരെ നിലവാരമുള്ള ഒരുപാട് പരിപാടികൾ വിജേഷ് തയ്യാറാക്കി പരിശീലിപ്പിച്ച സ്കൂൾ സംഘങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് വിജേഷിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. വിജേഷിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ട്, നിങ്ങളെക്കുറിച്ച് മാത്രം അല്ല ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരെക്കുറിച്ച് കൂടി ചിന്തിക്കണം. വളരെ നാടൻ ഭാഷയിൽ ഉള്ള ആ പാട്ട് അതെല്ലാം ഹൃദയത്തിൽ തട്ടുന്നതാണ്. കലാലോകത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ നഷ്ടമാണ്. വിശേഷിച്ച് തികച്ചും അകാലത്തിൽ, മരിക്കേണ്ട ഒരു പ്രായത്തിലല്ല വിജേഷ് നമ്മെ വിട്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കലാകാര സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ആരാധകരോടുമെല്ലാം ഒപ്പം ദുഃഖത്തിലും അനുശോചനത്തിലും പങ്കുചേരുന്നു.